സർ, കഴിഞ്ഞ ദിവസം ഈ പ്രവാസി വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടന്നു തിരുവനന്തപുരത്ത്. അപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞയാൾ, സ്വാഗത പ്രാസംഗികൻ രമേശ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രി എന്നാണ് വിശേഷിപ്പിച്ചത്. അതിനുള്ളൊരു മറുപടി എന്നോണം ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന, ഈ പുരസ്കാരമൊക്കെ കൊടുത്ത് രവി പിള്ളയെ അനുമോദിക്കുന്ന കൃത്യം നിർവഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വലിയ രീതിയിൽ അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയൊക്കെ ചെയ്തു. എന്താണ് സാറേ കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെ ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം? കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി തന്നെയാണ് അവർ കോൺഗ്രസ്സിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അതിനകത്ത് മാറ്റങ്ങളൊക്കെ ഒരു പക്ഷേ വന്നു കാണുമായിരിക്കാം. ഇപ്പോൾ രവി പിള്ളയെ അനുമോദിക്കുന്ന ചടങ്ങിലെ സ്വാഗത പ്രാസംഗികന് രമേശ് ചെന്നിത്തല ഭാവിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞു എന്നതിനപ്പുറം അത് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനത്തെ സ്വാധീനിക്കണമെന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും ആരെയും അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള മത്സരത്തിൽ കേരളത്തിൽ നിന്ന് ഇപ്പം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും അവരാണല്ലോ മൂന്നും പ്രധാനമായി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അതിനെ മുഖ്യമന്ത്രി ഏതർത്ഥത്തിലാണ് വിശദീകരിച്ചതെന്നും മറുപടി പറഞ്ഞതെന്നും പരിഹസിച്ചതെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെനിക്ക് മറുപടി പറയാൻ അറിയുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ സ്വാഗത പ്രാസംഗികൻ ഒരു വലിയ കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത വണ്ണം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തത്. രമേശ് ചെന്നിത്തലയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെയോ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചില്ല. പകരം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടക്കുന്ന ഒരു ചക്കളത്തിൽ പോരുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കസേര മോഹിച്ച് കുപ്പായം തുന്നി വച്ചിരിക്കുന്ന ആൾക്കാരുടെ ചില ചരടുവലികളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ആശങ്ക ഉളവാക്കുന്ന വിധത്തിൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രിയുടെ പരിഹാസം ശരിയാണ്. കാരണം ഈ പടക്കക്കടയ്ക്ക് തീ കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥിതിയായിരിക്കും ഈ കോൺഗ്രസിനകത്ത് ആ വിവാദം ഇപ്പോൾ വന്നാൽ. ഇപ്പം കേന്ദ്ര പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഒരു കാരണവശാലും കേരളത്തിൽ നടത്തരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ തെറ്റു പറയാനൊക്കത്തില്ല. കാരണം പ്രതിപക്ഷ നേതാവാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായ നേതാവാണ്. മുഖ്യമന്ത്രി പദത്തിന് ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസ്സിലുള്ളതിൽ ഏറ്റവും അനുയോജ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്ന് തുടങ്ങി, സീനിയർ നേതാവാണ്, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിനെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമാണല്ലോ ഇവിടെയുള്ളത്. അതെ, ആൻ്റണിയും കരുണാകരനും മാറിക്കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയല്ലേ വന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി ഇന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ രമേശ് ചെന്നിത്തലയുടെ അത്ര ഒരു പേര് പറഞ്ഞതിനകത്ത് വലിയ ഗൗരവമുള്ളൊരു വിഷയമല്ല, അതിന് സാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന കോലാഹലങ്ങൾ എത്രയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇന്ന് ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ഉന്നയിച്ചു ഈ ചോദ്യം. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം വളരെ എന്താ പറയേണ്ടത്, ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ, ഒട്ടും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അതിന് മറുപടി പറഞ്ഞത്. നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. വി.ഡി. സതീശന് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഈ വി.ഡി. സതീശൻ്റെ നിലപാട്, രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞതിൽ അദ്ദേഹത്തിനൊരു അതൃപ്തിയുണ്ട് എന്ന് പൊതുവേ ഒരു ചർച്ചയുണ്ട്. അങ്ങനെ അത് സ്വാഭാവികമല്ലേ? കാരണം ചില കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ നോക്കിയിട്ട് KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിനും അടുത്തടുത്ത കസേരയിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ആരാണ് ആദ്യം സംസാരിക്കുന്നതിനെ എന്നുള്ളതിനെക്കുറിച്ച് തർക്കമുണ്ടായത് കെ. സുധാകരനും വി.ഡി. സതീശനുമായിട്ടല്ലേ? അത് പരസ്യമായിട്ടല്ലേ ഉണ്ടായത്? അപ്പോൾ അതിനകത്ത് കോൺഗ്രസിനകത്തുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ വൈര്യങ്ങളും വളരെ ക്ലിയറാണ്. അത് അവരുടെ ശരീരഭാഷയിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒക്കെ വളരെ പ്രകടമാണ്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് പത്രസമ്മേളനം നടത്തി നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ
തനിക്കൊരു ക്ലെയിമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ എന്നാഗ്രഹിക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രായോഗികതയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അതെ. കാരണം കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല, മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ആദ്യത്തെ ഘടകം തന്നെ പാണക്കാട് തങ്ങളാണ്. തങ്ങളാണ് ആദ്യമായി അവസാനമായി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. അതൊരു മുസ്ലിം ലീഗ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, പാണക്കാട് തങ്ങളുടെ ഒരു അനുഗ്രഹാശിസ് ഉണ്ടെങ്കിലേ ഇപ്പോഴേ, പണ്ടത് ആവശ്യമില്ലായിരുന്നു, ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില ശക്തമായ സമുദായ സംഘടനകളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കിട്ടണമെങ്കിൽ കോൺഗ്രസ്സിന് ഹിന്ദു വോട്ടുകൾ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളാൽ. അപ്പം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സമുദായ സംഘടനകൾ എന്ന് പറയുന്നത് NSSഉം SNDPയുമാണ്. NSSൻ്റെയും SNDPയുടെയും നേതാക്കന്മാർ, ജനറൽ സെക്രട്ടറിമാർ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ പള്ളി മേധാവികളും അവർക്ക് അനുകൂലമായി ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ സ്വാഗത പ്രസംഗം പറയുമ്പോഴേ കുറച്ച് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് മാവേലിക്കര ഭദ്രാസനത്തിൽ നടന്ന ഒരു യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ആ യോഗത്തിൽ തന്നെ അതിന് സ്വാഗതം പറഞ്ഞ പുരോഹിതൻ അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞത്, രമേശ് ചെന്നിത്തല NSSൻ്റെ വളർത്തുപുത്രനാണ് എന്ന് സുകുമാരൻ നായർ പറയുന്നു. പക്ഷേ ഈ വളർത്തുപുത്രൻ ഞങ്ങളുടെ കുടുംബത്താണ് കളിച്ച് വളർന്നത്, ഞങ്ങളുടെ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വാഗത പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് പൊതുവേ ആ സമുദായം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ നടക്കണമെന്നില്ല. എന്തായാലും ശരി, രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം അനുകൂലമായിട്ടുള്ളൊരു ഘടകം NSSും SNDPയും അതുപോലെ തന്നെ ലീഗുമൊക്കെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളാണ്. അത് ഒരുപക്ഷെ രമേശിന് അനുകൂലമായ ഘടകമായിട്ട് വരാം. വാസ്തവത്തിൽ അതിനൊരു സാങ്കത്യമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ സമുദായ സംഘടനകളുമായിട്ട് VD സതീശൻ അത്ര നല്ല ബന്ധത്തിലല്ല. അദ്ദേഹം പൊതുവെ ഈ സഭകളോടും NSSനോടും SNDPയോടും ഒക്കെ ഒരു അകലം സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ രാഷ്ട്രീയം എന്താണ് എന്നത്ര വ്യക്തമല്ല. പലരും പലതും പറയുന്നുണ്ട്. എങ്കിലും പൊതുവെ VD സതീശൻ അങ്ങനെ ഒരു നിലപാടിലാണ്. അതേസമയം രമേശ് ചെന്നിത്തല മറിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും സമുദായ സംഘടനകളുടെ ഒരു പിന്തുണയും താല്പര്യവും ചെന്നിത്തലയോടാണ് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഈ പാണക്കാട് തങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട്. അതും മുഖ്യമന്ത്രി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അതിൻ്റെയും കൂടി ഒരു ധ്വനി ഉണ്ട് എന്ന് തോന്നുന്നു. എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് മുഖ്യമന്ത്രി അതിനകത്തൊരു ചെറിയൊരു കൊള്ളി വെക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അല്ല, അതിനകത്ത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് ഇതിനോടൊട്ടും യോജിപ്പില്ല. അതായത് കേരളത്തിലെ എൻ്റെ മുഖ്യമന്ത്രി, ഒരു വോട്ടർ എന്നുള്ള ഒരു പൗരൻ, എൻ്റെ മുഖ്യമന്ത്രി പെരുന്നയിൽ പോയി സുകുമാരൻ നായരുടെ കാല് പിടിക്കുന്നവനാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ കടിച്ചുകുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളി നടേശൻ്റെ കാല് പിടിക്കുന്നവനാകരുത്, മതമേലധ്യക്ഷന്മാരുടെ തിണ്ണ നിരങ്ങുന്നവനാകരുത്. അവൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിയായിരിക്കണം. അല്ലാതെ മതമേലധ്യക്ഷൻ്റെ പുറകിലും സമുദായ നേതാക്കളുടെ പുറകിലും പോകുന്ന ഒരു നേതാവിനോടും എനിക്ക് ബഹുമാനമില്ല. വ്യക്തിപരമായി ഒരു കാലത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ആൻ്റണി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇന്ദിരാഗാന്ധി കോഴിക്കോട് വന്ന് മതമേലധ്യക്ഷന്മാരെ കണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൻ്റണി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോകാൻ തയ്യാറായില്ല. ആ ആൻ്റണിയാണ് കേരളം അംഗീകരിച്ചത്. ഇപ്പം അത് ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ശതമാനം യുവാക്കളാണ്. അവരുടെ അജണ്ടയിൽ ജാതിയും മതമൊന്നുമല്ല, രാജ്യത്തിൻ്റെ വികസനമാണ് നിൽക്കുന്നത്. കേരളത്തിന് അടുത്ത 5 years അല്ലെങ്കിൽ അടുത്ത 10 yearsലേക്ക് എൻ്റെ വികസന കാഴ്ചപ്പാട് ഇതാണ്, ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു നേതാവിനെയാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ അദ്ദേഹത്തിന് അനുകൂലമാണ് താല്പര്യം അത് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഇവരൊക്കെ പറയുന്നവരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരുത്തി തീർക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ദോഷമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായാലും ശരി, ആ മനുഷ്യൻ, ആ നേതാവ് രാജ്യത്തിൻ്റെ വികസനം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും അതിനനുഗുണമായി പെരുമാറുകയും ചെയ്യണം. സതീശനുണ്ടായൊരു വീഴ്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് പ്രസിഡന്റ് പറയാം? ഇല്ല, പറഞ്ഞോളൂ. അദ്ദേഹത്തിന് പറയാനില്ല. അതേസമയം രമേശ് ചെന്നിത്തല എത്രയോ കേസുകൾ ഗവൺമെൻറ്റിനെതിരെ കൊടുത്തിരിക്കുന്നു. VS അച്യുതാനന്ദൻ, അന്നത്തെ ഉമ്മൻചാണ്ടിയെ ശ്വാസം മുട്ടിച്ചത് VS അച്യുതാനന്ദൻ, VS അല്ലേ. R. ബാലകൃഷ്ണപിള്ളക്കെതിരെ കേസ് നടത്തി സുപ്രീം കോടതി വരെ പോയത്
അദ്ദേഹമല്ലേ? അതെ. ഐസ്ക്രീം കേസ് എടുത്ത അദ്ദേഹമല്ലേ? അതൊന്നും അന്നത്തെ വേറെ പാർട്ടികളൊന്നും എടുത്തില്ല. പക്ഷേ അന്ന് ഒറ്റയാൾ എന്താണ് പോരാട്ടമായിരുന്നു. മതി. ആ ഒറ്റയാളായത് പോരാടിയത് കൊണ്ടാണ് BS ഇന്നും മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നത്. അത്തരം ആർജവത്തോടു കൂടി മുഖം നോക്കാതെ ഗവൺമെൻറ്റിനെ എതിർക്കേണ്ടിടത്ത് ശക്തമായി എതിർക്കുകയും അനുകൂലിക്കുന്നിടത്ത് അനുകൂലിക്കണം. ഹൈവേയുടെ വീതി കൂട്ടി അനുകൂലിക്കണം, അതിനാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈൻ വലിക്കുന്നു, അതിനെ അനുകൂലിക്കണം. പക്ഷേ വികസന പ്രവർത്തനത്തിനെ അനുകൂലിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഭരണചക്രം തിരിക്കുന്നവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും അവിഹിതമായ ഇടപെടലുകളും ചൂണ്ടിക്കാണിച്ച് കോടതിക്കകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും കോടതിയിലും ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശനെങ്കിൽ അത് കൂടുതൽ ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആകും. അദ്ദേഹം അക്സെപ്റ്റബിൾ ആകാതെ പോയതിൻ്റെ കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ പുത്തരിക്കണ്ടത്ത് വൈകുന്നേരം നടന്ന പ്രസംഗം, അതിൻ്റെ കോപ്പി ഇവിടെ വന്ന് കാർബൺ കോപ്പി നിയമസഭയിൽ പറഞ്ഞാൽ കാര്യമില്ല. അവിടെ വന്ന് അദ്ദേഹം ക്ഷുഭിതനായിട്ടും കാര്യമില്ല. ആ ക്ഷോഭം കൊണ്ട് എന്ത് നേടാനാണ്? അദ്ദേഹം എന്ത് ചെയ്തു? ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്നെഫക്റ്റീവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ പ്രശാന്ത് ചോദിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ രാജ്യത്തിന്, എൻ്റെ സംസ്ഥാനത്തിന് മതമേലധ്യക്ഷന്മാരുടെ തിണ്ണതിരങ്ങാത്ത, സമുദായ പ്രമാണിമാരുടെ കാല് തിരുമാത്ത ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ട് എൻ്റെ ജീവിതകാലത്ത് വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഏത് മുന്നണിയിൽപ്പെട്ട ആളാണെങ്കിലും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ സമുദായ നേതാക്കളുടെ കാല് പിടിക്കാത്ത, ഈ അരമനകളും അതുപോലെ മതമേലധ്യക്ഷന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങാത്ത, അവരുടെ വസതികൾ കയറി ഇറങ്ങാത്ത, ഈ പറയുന്നത് പോലെ ആർജവമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിനെ തിരുത്തുന്ന ഒരു നേതാവ് ഏത് പാർട്ടിയിലാണെങ്കിലും ശരി, ആ നേതാവാണ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്ന് കേരള ജനതയും ആഗ്രഹിക്കുന്നു. നന്ദി.